നമസ്കാരം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴയ്ക്ക് ഇവിടങ്ങളിൽ സാധ്യതയുള്ളതായി മുന്നറിയിപ്പിൽ പറയുന്നു. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഴയെ തുടർന്ന് കൃഷിയിടങ്ങളിലും നഗരപ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തിന് മുകളിലായി ജൂൺ 29 ചക്രവാത ചുഴി രൂപപ്പെടാനും തുടർന്നുള്ള 24 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടറുകൾ ഇന്ന് തുറക്കാനും സാധ്യതയുണ്ട്. ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ എത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് തമിഴ്നാട് പെരിയാർ നദിയിലേക്ക് വെള്ളമൊഴുക്കും. നിലവിൽ 135.5 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. നിലവിലെ റൂൾ കർവ് പ്രകാരം ജൂൺ 30 വരെ 136 അടി വെള്ളമാണ് തമിഴ്നാടിന് സംഭരിക്കാൻ കഴിയുക. അതിനു മുകളിലേക്ക് ജലനിരപ്പ് ഉയരാതെ നിർത്തേണ്ടതിനാലാണ് ഷട്ടറുകൾ തുറക്കേണ്ടി വരുന്നത്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന് ഇന്നലെ വൈകിട്ട് 2360 അടിയിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണിത്. ജലനിരപ്പ് 5 അടി കൂടി ഉയർന്നാൽ മുന്നറിയിപ്പ് നൽകും. റൂൾ കർവ് നിയമം അനുസരിച്ച് ജലനിരപ്പ് 2365 അടിയിലെത്തിയാൽ ബ്ലൂ അലേർട്ട് നൽകും. ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചാലും ഡാം ഉടൻ തുറന്നുവിടാൻ സാധ്യതയില്ല. 30 മുൻപ് 2373 അടി വെള്ളം ആയാൽ മാത്രമേ അണക്കെട്ട് തുറക്കേണ്ടി വരികയുള്ളൂ. ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ പീച്ചി ഡാമിന്റെ ഷട്ടറും ഇന്ന് ഉയർത്തും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർക്ക് കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി രാവിലെ 11 മുതൽ ഡാമിന്റെ 4 ഷട്ടറുകളും 4 ഇഞ്ച് വീതം തുറന്ന് മണലിപ്പുഴയിലേക്ക് ജലം ഒഴുക്കും. മണലി, കരുവന്നൂർ പുഴകളിലെ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 30 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി. ഇന്നലെ രാവിലെ മുതൽ ഒരിടത്തും ശക്തമായ മഴ ലഭിച്ചില്ല. മൂവാറ്റുപുഴ ആറിലെ ജലനിരപ്പ് താഴ്ന്നു. എങ്കിലും മുന്നറിയിപ്പ് നിലയിൽ മാറ്റമില്ല. പെരിയാറിലെ ജലനിരപ്പ് മുന്നറിയിപ്പ് നിലയിലും താഴെയായി. ജില്ലയുടെ തീരദേശ മേഖലയിൽ കടലാക്രമണത്തിന്റെ ശക്തി കുറഞ്ഞു. നിലവിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 88 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. കടലാക്രമണം രൂക്ഷമായിരുന്ന കണ്ണമാലി ചെറിയ കടവ് പ്രദേശത്തെ കുടുംബങ്ങൾ ഒരാഴ്ചയിലേറെയായി ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ചെല്ലാനം, കണ്ണമാലി മേഖലയിൽ ജിയോ ബാഗ് സ്ഥാപിച്ച് താൽക്കാലികമായി തീരം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടങ്ങും. കനത്ത മഴയിലും കാറ്റിലും ജില്ലയിൽ ഇതുവരെ 291 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇതിൽ 7 വീടുകൾ പൂർണ്ണമായും 284 വീടുകൾ ഭാഗികമായി നശിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ.